മെയ് 17 അബുദാബിയിലെ ദഫ്ര മേഖലയിലുള്ള അൽ ബറാക്ക ആണവോർജ്ജ പ്ലാന്റിലേക്ക് ഡ്രോൺ വന്ന് വീണത് എവിടെ നിന്ന് എന്നുള്ളതിൻ്റെ അന്വേഷണത്തിന് ഒരു മറുപടി വ്യക്തമായി ലഭിച്ചിരിക്കുന്നു. വെസ്റ്റേൺ ബോർഡർ വഴിയാണ് UAE ഡ്രോൺ വന്നത്. അവിടെ ചുറ്റുമതിലിന് പുറത്തുള്ള ഇലക്ട്രിക് ജനറേറ്ററിൽ വന്ന് പതിച്ചത് എന്ന കാര്യം അന്ന് പറഞ്ഞിരുന്നെങ്കിലും കൃത്യമായിട്ടും എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള ഉറവിടം അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് UAE ഗവൺമെൻറ് പറഞ്ഞത് ഇന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാഖിൻ്റെ ടെറിട്ടറിയിൽ നിന്നാണ് ഈ ഡ്രോൺ വന്നതെന്ന്. മെയ് 17 ഈ ഡ്രോൺ അടക്കം 6 എണ്ണമാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 6 എണ്ണമാണ്, അന്നത്തെ 3 എണ്ണം അടക്കം വന്നിരിക്കുന്നത്. ഇതിൽ എല്ലാം നിർവീര്യമാക്കാൻ പറ്റി. ഒരെണ്ണമാണ് അവിടെ ബറാക്ക പ്രദേശത്ത് വീണത്. ഏതായാലും അവിടെ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എങ്കിലും ആരയച്ചു, എന്തിനയച്ചു എന്നുള്ള കണ്ടുപിടിക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിപ്പോൾ വെസ്റ്റേൺ ബോർഡർ വഴി UAE പ്രവേശിച്ചത് ഇറാഖിൻ്റെ ടെറിട്ടറിയാണ്. അന്നത്തെ ദിവസം തന്നെ സൗദി അറേബ്യയ്ക്ക് മേലും ഇതുപോലെ ഇറാഖിൻ്റെ ടെറിട്ടറിയുടെ ഭാഗത്തു നിന്ന് ഡ്രോണുകൾ വന്നിരുന്നു. സൗദി അറേബ്യ നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും എന്തിനു വേണ്ടി, ആര് അയച്ചു, ഇതിൻ്റെ പിന്നിലാരാണ് എന്ന കാര്യമൊക്കെ വീണ്ടും ലോകം അന്വേഷിക്കുകയാണ്. ഇന്ന് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളുമായി മറ്റും സംസാരിക്കവേ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഒന്നൊന്നായി പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, 1 മണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിൽ ഇറാനുമേൽ ആക്രമണം നടക്കുമായിരുന്നു എന്ന സാഹചര്യത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലെ തങ്ങളുടെ സഖ്യശക്തികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് തൽക്കാലം ഇറാനുമേൽ ആക്രമണം വേണ്ടാന്ന് വെച്ചു എന്ന് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. അതിന് കാരണം ഗൾഫിലെ അമേരിക്കയുടെ സഖ്യശക്തികൾ ഒരു പ്രത്യേക ഡീല് ഇറാനുമായിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി സമയം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആക്രമണം നിർത്താൻ തീരുമാനിച്ചു. ഇപ്പോൾ നടത്തണ്ട എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇറാനെ തകർത്ത് കളയുന്ന ആക്രമണം പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പിന്നൊരു മാറ്റമായി ട്രംപ് പറയുന്നത്, ചൈന ഒരു കാരണവശാലും ഇനി ഇറാന് ആയുധങ്ങൾ കൊടുക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. എന്തെങ്കിലും ആക്രമണം ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയാൽ തിരിച്ചടിക്കാനുള്ള യാതൊരു കഴിവും ഇപ്പോൾ ഇറാനില്ല എന്നും ട്രംപ് പറയുകയാണ്. മാത്രമല്ല, എങ്ങനെയെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കണമെന്ന് യാചിക്കുന്ന ഇറാനെയാണ് തനിക്ക് കാണാൻ പറ്റുന്നത് എന്നും ട്രംപ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ന് ആക്രമിക്കാനിരുന്നത് തൽക്കാലം ആക്രമണം നടത്തുന്നില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ എണ്ണ വിലയിൽ മാറ്റം വന്നു. $110 കഴിഞ്ഞു നിന്നിരുന്ന ഒരു ബാരൽ എണ്ണ 108 ചുറ്റിപ്പറ്റി താഴ്ന്നിട്ടുണ്ട് എന്ന അറിയിപ്പ് വരികയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന്. സ്വർണ്ണ വിലയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, സ്റ്റഡിയായിട്ട് തന്നെ തുടരുകയാണ്. യൂറോപ്യൻ ഓഹരി വിപണിയിൽ ഒരു കുതിച്ചുകയറ്റം പെട്ടെന്ന് പ്രകടമായി ഈ വാർത്ത വന്ന ഉടനെ എന്ന റിപ്പോർട്ടും വരികയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് ഇറാൻ ഇപ്പോഴും കടലിൻ്റെ അന്തർഭാഗത്തായിട്ട് ഈ മൈനുകൾ പാകിക്കൊണ്ടിരിക്കുന്ന പരിപാടി, ഏതെങ്കിലും കപ്പലുകൾ പോയാൽ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ മൈനുകൾ പാകുന്ന പരിപാടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN ആവശ്യപ്പെട്ടു എന്ന അറിയിപ്പ് വരികയാണ്. ദുബായിലേക്കും ദോഹയിലേക്കും ടെൽ അവീവിലേക്കും ബ്രിട്ടീഷ് എയർവേസ് തൽക്കാലം പറക്കുന്നില്ല. നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ. അത് എല്ലാവരും വിചാരിച്ചിരുന്നത് മെയ് 31 വരെ ആയിരിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഓഗസ്റ്റ് 1 മാത്രമേ ഇനി സർവീസുകൾ പുനരാരംഭിക്കുന്നുള്ളൂ എന്നാണ് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ മലയാളികൾ പൊതുവെ സംസാരിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ എത്തിയതിനെക്കുറിച്ചും മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വന്നിട്ട് അദ്ദേഹം ആദ്യം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട ചില തീരുമാനങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. എല്ലാവരും പ്രശംസ കൊണ്ട് ചൊരിയുന്നു. അതിലൊന്നാമത്തെ കാര്യം, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്നുള്ള VD സതീശൻ്റെ പ്രാഥമികമായ പദാവലികൾ. അത് ഇപ്പോൾ KSRTCയിൽ ജൂൺ 15 മുതൽ വനിതകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ളത് ഗൾഫിലെ പ്രവാസികൾ വളരെ സഹർഷം സ്വാഗതം ചെയ്യുന്നു എന്ന രൂപത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നതെല്ലാം. എല്ലാവരും പരസ്പരം പറയുന്നതും അത് ചെയ്ത് കാണിച്ചല്ലോ, ഇനി വ്യവസ്ഥകൾ എന്താണെങ്കിലും വന്നല്ലോ എന്നതിൽ ഒരു ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗൾഫിൽ കഴിയുന്ന കുടുംബങ്ങളുടെ മാതാപിതാക്കൾ 70, 80, 90 വയസ്സായ ആളുകൾ നമ്മുടെ നാട്ടിൽ കഴിയുന്നുണ്ട്. പല വീടുകളിലും അവരെ ഒന്നും സംരക്ഷിക്കാൻ നോക്കാനൊന്നും ആരുമില്ല. ഒരു വയോജന സംരക്ഷണ വകുപ്പ് തന്നെ ഇന്ത്യക്ക് മാതൃകയായി ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് VD സതീശൻ മന്ത്രിസഭ ആദ്യ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തതും ആശ്വാസമായി മാറുകയാണ്. വലിയ ചർച്ചയായിട്ടും പ്രശംസയ്ക്ക് കാരണമായും മാറുകയാണ്.
പറഞ്ഞിരുന്ന പോലെ ആശാ വർക്കർമാരുടെ ശമ്പളത്തിന് 3000 രൂപയുടെ വർധനവ് വരുത്താൻ പോകുന്നു ഒന്നാം ഘട്ടമായിട്ട് എന്ന പ്രഖ്യാപനവും ഗൾഫിലിരിക്കുന്ന ആളുകൾ വളരെ സന്തോഷപൂർവ്വം ആശ്വാസപൂർവ്വം സ്വീകരിക്കുന്നത് നാളെ പ്രവാസികൾക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെടാം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി എന്താണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്കായും ഒറ്റക്കെട്ടായും ആളുകൾ പ്രവാസ ലോകത്ത് മലയാളികൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾ ചോദിക്കുന്നൊരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാലങ്ങളായി കാത്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമുക്കതൊന്ന് മുന്നോട്ട് വെച്ചാൽ അദ്ദേഹത്തെ പോലെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ നടപ്പിലാക്കാൻ വേണ്ടി രംഗത്ത് വന്നൊരു വാക്ക് തന്നാലോ എന്ന് പ്രതീക്ഷിച്ച് ആളുകൾ എന്തെല്ലാമാണ് പറയാൻ ശ്രമിക്കുക എന്നതൊക്കെ ആലോചിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ വല്ലതും വന്നാൽ നമ്മൾ ഈ മന്ത്രിസഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? 1, 2, 3 ഇങ്ങനെ പറയാൻ പറ്റിയ പ്രയോറിറ്റിയിൽ പറയാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചാൽ അതിൽ ഗൗരവത്തിലുള്ള പല വിഷയങ്ങളും ഉണ്ടെങ്കിൽ നമുക്കതൊരു മെമ്മോറാണ്ടമാക്കി അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കാം. ഏതായാലും അങ്ങനെ ആശയങ്ങളുള്ളവർ ഒന്ന് കുറിക്കുക കമൻറ്റ് ബോക്സിൽ. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.